പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാമത് വാക്യം. നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകും, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ യാഗം കഴിക്കുന്നത് സ്തോത്രം ആരായിരുന്നു? കായീനും ഹാബേലുമായിരുന്നു. രണ്ടുപേരും ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാനായിട്ട് പോയി. രണ്ടുപേരും അർപ്പിച്ച യാഗ വസ്തുക്കൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു അല്ലേ? നമ്മളത് വായിക്കുമ്പോൾ കാണുവാൻ കാര്യം രണ്ടുപേരുടെയും പ്രൊഫഷൻ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ജോലി എന്ന് പറയുന്നത് വ്യത്യസ്ത നിലവാരത്തിലായിരുന്നു. ഒരുത്തൻ കൃഷിക്കാരനും കായീൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള യാഗാർപ്പണമാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. സാധാരണഗതിയിൽ പലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് യാഗം ജീവനില്ലാതിരുന്നത് കൊണ്ടാണ്, യാഗവസ്തുവിന് ജീവനില്ലാതിരുന്നത് കൊണ്ടാണ് കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ട്. എന്നാൽ ദൈവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് തെറ്റാണ്. കാര്യം അവരുടെ ജോലികൾക്കനുസരിച്ചാണ് ദൈവം അവരെന്ത് ചെയ്തത്. ആ തരത്തിലാണ് ദൈവസന്നിധിയിൽ അവർ യാഗവസ്തുക്കളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നത്. എന്നാൽ സ്തോത്രം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 4 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്. ഹാബേലിലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ ദൈവപ്രസാദം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ആദ്യം ആ വ്യക്തിയിലായിരുന്നു അല്ലേ? ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. 2 കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ യാഗവസ്തു കൊണ്ടുവന്ന വ്യക്തികളിലേക്കായിരുന്നു കർത്താവ് നോക്കി. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, കൈയടിക്കുന്നവരാണ്, അന്യഭാഷ പറയുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, ദൈവവചനം അറിയാവുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, ഒക്കെയാണ്. ശരി, ഓക്കെ. പക്ഷേ നമ്മൾ അർപ്പിക്കുന്ന യാഗത്തിലേക്ക് മാത്രമല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്. പകരം നമ്മുടെ മനോഭാവങ്ങളിലേക്കാണ് കർത്താവിൻ്റെ കണ്ണ് പലപ്പോഴും. അതിനനുസരിച്ചാണ് ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരാധനകളിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. യാഗം എത്ര വലുതാണെങ്കിലും മനോഭാവം ദൈവസന്നിധിയിൽ നീതിയല്ലെങ്കിൽ നിശ്ചയമായിട്ട് അതിനകത്തൊരു ഫലം നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. അതുകൊണ്ടായിരിക്കണം ഹാബേലിൽ ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെട്ടപ്പോൾ അത് കയ്യിന് ദേഷ്യമായിട്ട് വന്നല്ലേ? നമ്മളെ ഭാഗം അങ്ങനെ വായിക്കുന്നത്. കയ്യിൻ്റെ മുഖം വാടി. അപ്പോൾ യഹോവ കയ്യിനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാകും, നീയോ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ കയ്യിന്റെ ജീവിതത്തിൽ വന്നത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടി, പാപത്തിന്റെ ആഗ്രഹം കയ്യിനോടായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് ദൈവം കയ്യിനോട് പറഞ്ഞത്, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെന്ത് ചെയ്യണം? കീഴടക്കണം. പലപ്പോഴും തന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ പലരും ദൈവത്തെ ആരാധിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ മനോഭാവങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം ജീവിതത്തിൽ കയറി വരുന്ന പാപപ്രവൃത്തികൾ, അതിനെ ജയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കയ്യിനെ പോലെ ശപിക്കപ്പെട്ടവനായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പാപം ഈ ലോകത്തിലുണ്ട്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൊ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ആക്രമിക്കാം. പല തരത്തിലുള്ള ദൈവക്കെതിരെ കയറി വരാം. പക്ഷെ അതിനെ ആത്മാവിൽ ജയിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് സ്തോത്രം പ്രതികരിക്കാൻ കഴിയാതെ, എതിർക്കാൻ കഴിയാതെ സൈലന്റ് ആയി പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അവിടെയും നമ്മൾ മൗനമായാൽ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, ഒരുപക്ഷെ പ്രതികരിക്കുമ്പോൾ പാപത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടും. അവിടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. എന്നാൽ സ്തോത്രം, ചില വിഷയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ മൗനമാകുമ്പോൾ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ മൗനമാകുമ്പോൾ നമുക്ക് വേണ്ടി നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം വെളിപ്പെട്ടു വരും. അതിനെയാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനെ കീഴടക്കണം. കാര്യം പാപത്തിന്റെ ആഗ്രഹം നമ്മോടാകുന്നതിന് കാരണം എങ്ങനെയും പാപത്തിന്റെ ശക്തിയിൽ നമ്മെ കൊണ്ടിട്ട് നമ്മളെ തകർത്തു കളയുവാനാണ് പിശാച് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അതിൽ നിന്ന് നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടവരണം. അങ്ങനെ ദൈവത്തിൽ
ആശ്രയിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആത്മീക ജീവിതത്തിന് വിരോധമായിട്ട് കയറി വരുന്ന എല്ലാ പാപത്തിന്റെ ശക്തികളെയും ആത്മാവിൽ പോരാടി, പ്രാർത്ഥനയിൽ പോരാടി ജയിപ്പാനുള്ള ഒരു കൃപ ദൈവത്തിന്റെ ആത്മാവ് നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് അതിനായിട്ട് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.